ഹലോ ഗൈസ്, ഈടായിട്ട് കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ ലാഗ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് നമ്മളെ നെതമോളുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇത് നെതമോളുടെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ടെൻഡർ കോക്കനട്ട് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടെൻഡർ കോക്കനട്ട് കേക്ക് കാണാൻ അത്ര വലിയ ഗുമ്മില്ലെങ്കിലും ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ടേസ്റ്റ് വേറെ ഒരു കേക്കും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും ടേസ്റ്റാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് കഴിക്കാനായിട്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതായത് ചോക്ലേറ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ചോയ്സാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് കേട്ടോ. മേടിച്ചവരൊക്കെ ഒരുപാട് നമ്മുടെ മെനു ലിസ്റ്റിൽ നോക്കിയിട്ട് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ഓർഡർ ചെയ്യാറുള്ള കേക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു ടെൻഡർ കോക്കനട്ട് കേക്ക് നന്നായിട്ട് പോകാറുള്ള ഒരു കേക്കാണ്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് കേക്ക്, അതുപോലെ തന്നെ നമ്മളുടെ നെറ്റി ബബിൾ കേക്ക്, ഇതൊക്കെയാണ് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അവർ ഓർഡർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്ക് വന്നിട്ട് നമ്മുടെ നെതമോളുടെ ബർത്ത്ഡേ കേക്കാണ്. എനിക്കെൻ്റെ മോളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഏത് കേക്ക് ഉണ്ടാക്കും, ഏത് ഫ്ലേവർ ഉണ്ടാക്കും, അവൾക്കത് ഇഷ്ടപ്പെടുമോ, ഇവൾക്കത് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഏത് മോഡൽ ഉണ്ടാക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവട്ടോ. പക്ഷേ ഗായ്സ്, എനിക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്ക് അങ്ങനൊരു ടെൻഷനേ അടിക്കേണ്ടി വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പറയൽ തുടങ്ങിയതാണ് കോക്കോ മെലൺ കേക്ക് മതി, കോക്കോ മെലൺ കേക്ക് മതി പറഞ്ഞാൽ കോക്കൺ മെലൺ. അതിൽ ഒരു വ്യത്യാസമില്ല, ഈ കോക്കോ മെലൺ കേക്ക് മാത്രം മതി. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്, ഈ കുട്ടികൾക്ക് ഈ കോക്കോ മെലൺ കേക്കിനോട് പ്രത്യേക ഇഷ്ടമാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് വരുന്ന ഒട്ടുമിക്ക ചെറിയ കുട്ടികളുടെ വർക്കും കോക്കോ മെലയുടെ തീമിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് അങ്ങനെ ഓർഡർ തരുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ നെദൂസിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മളിവിടെ നാട്ടിലുണ്ടായിരുന്നു. അതിന് മുന്നത്തെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് അൽഹംദുലില്ലാ ഞങ്ങൾ മദീനത്തായിരുന്നു. അപ്പോൾ നമ്മൾ സൗദിയിലായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ആഘോഷിക്കാനൊന്നല്ല നിന്നത്, ഞങ്ങൾ നേരെ മദീനയ്ക്ക് വിട്ടു. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു ഗിഫ്റ്റ് അതാണെന്നാണ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ടെൻഡർ കോക്കനട്ട് കേക്ക് ഒറിജിനൽ ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. എസെൻസോ കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അല്ല ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഇതിൽ ഒറിജിനൽ ടെൻഡർ കോക്കനട്ട് വാട്ടറാണ്. അതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കേക്കിന് വെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കേക്കിന് ഇത്രയും ഫ്ലേവർ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ക്രീമിലും അതുപോലെ തന്നെ നമ്മളതിന് ഫില്ലിംഗ് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ആണ്. അതായത് മിൽക്ക് മെയ്ഡും ടെൻഡർ കോക്കനട്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫില്ലിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നെതമോൾ കാണിച്ചു തന്നൊരു കേക്ക് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ മോഡൽ ചെയ്യാൻ കോക്കോ മെലൻ്റെ മോഡൽസ് ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ അവൾ കാണിച്ചു തന്നൊരു ചെറിയൊരു മോഡൽ. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളൊരു 2 kg കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മളിങ്ങനെ റെയിൻബോ തീമിലാണ് ഈ ഒരു കേക്കിൻ്റെ കളർ വന്നിട്ടുണ്ട്. ഞാനത് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ കേക്കൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് നെദൂസിന് എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, വേറൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകാതെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.